തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും കലാ സാംസ്കാരിക രംഗങ്ങൾ രണ്ട് പക്ഷം പിടിക്കാറുണ്ട്. പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർ. രാഷ്ട്രീയം തുറന്നു പറയുന്നവരാണ് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാരൊക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നാരായണനും KR മീരയും അവരുടെ അഭിപ്രായങ്ങൾ റിപ്പോർട്ടറിനോട് പങ്കുവച്ചിട്ടുണ്ട്. LDFും UDFും മാറി മാറി വരണമെന്നാണ് കൽപ്പറ്റ പറയുന്നത്. മാറ്റമുണ്ടെങ്കിൽ മാത്രമേ സമൂഹം ചലിക്കുകയുള്ളൂ എന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. എന്നാൽ തുടർ ഭരണത്തിൽ പ്രശ്നമില്ല എന്നാണ് എഴുത്തുകാരി KR മീരയുടെ നിലപാട്. ജനാധിപത്യ മൂല്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്ന മുന്നണി വരണമെന്നും KR മീര പറഞ്ഞു. കൊയിലാണ്ടിയിൽ മാറ്റം ഉണ്ടാകണം. ഞാൻ മാറ്റത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹം ചലിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ വിശാലമായ ഒരു താല്പര്യം കണക്കിലെടുത്ത് തുടർ ഭരണം എന്നുള്ളതല്ല, ജനാധിപത്യ മൂല്യങ്ങളുടെ ഒരു തുടർച്ച ഉറപ്പാക്കാൻ ഏത് മുന്നണിയാണ് വേണ്ടത്, അത് മാത്രമേ ഞാൻ ഈ സമയത്ത് നോക്കുന്നുള്ളൂ. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായുണ്ട്. ഷാഹിദ്, ഇപ്പോൾ സാംസ്കാരിക നായകർ, എഴുത്തുകാർ ഒക്കെ രാഷ്ട്രീയ പക്ഷം വളരെ പ്രകടമായി തന്നെ പറയുന്ന കാലമാണ് ഇത്. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ നൽകുന്നതിനപ്പുറത്തേക്ക് സച്ചാനന്ദ മാഷിലേക്ക് ചില പ്രതികരണങ്ങളൊക്കെ വലിയ വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇരുവരും പ്രതികരിക്കാനിടയായ സാഹചര്യം എന്താണ്? അതായത് ഇനി വരാൻ പോകുന്നത് UDF സർക്കാർ ആയിരിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കൽപ്പറ്റ നാരായണൻ പറഞ്ഞിട്ടുള്ളത്. ഒരു മാറ്റം അത് അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം LDFും UDFും മാറി മാറി വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ എന്ന കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: താൻ മാറ്റത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹം ചലിക്കുകയുള്ളൂ. കേരളത്തിൽ LDFും UDFും മാറി മാറി വരണം. ഭരണപക്ഷത്തിന് പ്രചാരണം നടത്തുന്നത് പോലെ പ്രതിപക്ഷത്തിന് പ്രചാരണം നടത്താൻ സാധിക്കില്ല. ഭരണപക്ഷത്താണ് എന്നും എപ്പോഴും സമ്പത്തുള്ളത്. പ്രചാരണ രംഗത്ത് ഭരണപക്ഷത്തിനോട് പ്രതിപക്ഷത്തിന് മത്സരിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, SDPIയുടെ വോട്ടുകൾ സ്വീകരിച്ചാൽ അഭിമന്യു ചോദ്യം ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ രക്തസാക്ഷികൾ ഉറങ്ങുകയില്ല. 10 വർഷത്തെ പിണറായി ഭരണത്തിൽ കേരളത്തിൽ വികസനമുണ്ടായില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി നൽകിയിട്ടുള്ളത്, ഇന്ത്യയിലും ലോകത്തിലും മാറ്റങ്ങൾ വരുന്നു, നഗരവൽക്കരണം കുതിക്കുന്നു, അതിൻ്റെ സാക്ഷ്യം കേരളത്തിലും കാണാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് പിണറായി സർക്കാരിനെ വലിയ രീതിയിൽ പുകഴ്ത്താതെ എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വരണമെന്നും അതോടൊപ്പം തന്നെ ഈ SDPI വോട്ടുകൾ അത് സ്വീകരിക്കുന്നത് ഒരിക്കലും കൽപ്പറ്റ നാരായണനും KR മീരയുമാണ് രണ്ട് അഭിപ്രായങ്ങൾ രാഷ്ട്രീയത്തിൽ വ്യക്തമാക്കിയത്.